ഈ ഭാഗത്തുണ്ട് കേട്ടോ. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്, ഏത് പദമാണെന്ന് കണ്ടെത്തുന്നതിനും ഒരേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു സമാന്തര ശ്രേണി എന്നിട്ട് അത് എത്രാമത്തെ പദമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിലാണ്, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത് നോക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. 3, 7, 11 എക്സെട്ര. നമ്മളടുത്ത് ചോദിച്ചത് 43ാമത്തെ പദം ഇതിലെ എത്രാമത്തെ പദമാണ്. അപ്പൊ അത് എക്സെട്ര പോയിട്ട് അവസാനത്തെ nth ടേം ആണ് അല്ലെ 43 എന്ന് പറയുന്നത്. അപ്പൊ n കണ്ടു കഴിഞ്ഞാൽ അത്രാമത്തെ പദം എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ n-ന്റെ ഇക്വേഷൻ എന്താണ്? xn മൈനസ് x1/d പ്ലസ് 1 ആണ്. xn എന്താണ്? xn ആണ് n-ാമത്തെ പദം. അപ്പൊ അതെന്താണ്? 43 മൈനസ് 1ാമത്തെ പദം 3/d എന്താണ്? 7 മൈനസ് 3 4 ആണ് പ്ലസ് 1. 40/4 പ്ലസ് 1 ആണ്. 40/4 10 പ്ലസ് 1 11 എന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് തുടർച്ചയായ 3 പദങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. തുടർച്ചയായ 3 പദങ്ങൾ തന്നാൽ അതിലെ, അതായത് x1, x2, x3 എന്ന് പറഞ്ഞ് തുടർച്ചയായ 3 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ ഈ നടുക്കത്തെ പദം കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇതിനെ നമുക്ക് x1, x2, x3 എന്ന് പറയുന്നത് a, b, c ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ b കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 2 പദങ്ങളും കൂട്ടിയിട്ട് by2 ചെയ്താൽ മതി. by2 ചെയ്താൽ മതി. അപ്പൊ ഈ 2 പദങ്ങൾ കൂട്ടുന്ന പറഞ്ഞാൽ എന്താ? x1 പ്ലസ് x3. x1, x3 നമ്മൾ b അല്ലേ എഴുതിയല്ലേ. അപ്പൊ x1, x3 പറയുന്ന എയും ബിയും ആണ്. അപ്പൊ a പ്ലസ് സി by2 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? b കിട്ടും. അപ്പൊ ഇതാണ് ഇതിലെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. 5, 9, 13 ഇത് തുടർച്ചയായ സംഖ്യയാണ്. തുടർച്ചയായ സംഖ്യകളാണ് ഒരു സമാന്തര ശ്രേണിയുടെ. അങ്ങനെയാണെങ്കിൽ ഈ 9 എന്ന് പറയുന്നത് 5ഉം 13ഉം കൂട്ടിയിട്ട് by 2 ചെയ്തതിനോട് ഈക്വൽ ആയിരിക്കണം അല്ലെ. 5 പ്ലസ് 13 by2 ചെയ്താൽ 9 കിട്ടുമോ നമുക്ക് നോക്കാം. 5 പ്ലസ് 13 എന്താണ്? 18 by2 എന്താണ്? 9 ആണ്. അപ്പൊ രണ്ടും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു ചോദ്യം ശ്രദ്ധിച്ചേ. 10 പിന്നെ ഡാഷ്, ഇവിടെ എന്താ നമുക്കറിയില്ല, 18. അങ്ങനെയാണ് ഈ സംഖ്യ നമുക്ക് കണ്ടൂടെ. അത് അടുത്തടുത്തുള്ള 3 തുടർച്ചയായ 3 സംഖ്യകളാണ് ഒരു സമാന്തര ശ്രേണിയുടെ. അപ്പൊ ഈ നടുക്കത്തെ മിഡിൽ ടേം അല്ലെങ്കിൽ മധ്യപദം എങ്ങനെ കാണാൻ പറ്റും? b = a പ്ലസ് c by2 ആണ് അല്ലെ. a എന്താണ്? 10 പ്ലസ് c എന്താണ്? 18 by 28/2 14 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഇന്ന് ഇതിൽ കാണാനുള്ള ഒന്നാണ് x1, x2, x3, x4, x5, x6, x7 എന്നുള്ള രീതിയിൽ തന്നു കഴിഞ്ഞാൽ ഇതിൽ മിഡിൽ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്, പദം എന്ന് പറയുന്നത് ഇതാണ്, x4 ആണ് അല്ലെ. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 1, മൊത്തം ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, പകുതിയുള്ളത് നടുക്കുള്ളത് x4 ആണ്. ഈ പദം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരേ ഡിഫറൻസിൽ കിടക്കുന്ന സംഖ്യകൾ, അതായത് ഇവിടുന്ന് 3 എണ്ണം പോകുമ്പോൾ കിട്ടുന്ന ഏതാണ്? x1 ആണ്. ഇവിടുന്ന് 3 എണ്ണം പോകുമ്പോൾ കിട്ടുന്ന ഏതാണ്? x7 ആണ്. അതായത് x1 പ്ലസ് x7/2 എന്ന് പറയുന്നത് ഈ നടുക്കത്തെ ടേം ആണ്. അതേപോലെ തന്നെ ഇവിടുന്ന് 2 എണ്ണം കൂട്ടുമ്പോൾ കിട്ടുന്ന, അതായത് ഇവിടുന്ന് 2 എണ്ണം കൂട്ടുമ്പോൾ x2 ആണ്. ഇവിടുന്ന് 2 എണ്ണം കൂട്ടുമ്പോൾ x6 ആണ്. അപ്പോൾ x4നെ നമുക്ക് ഇങ്ങനെ എഴുതാം, x2 പ്ലസ് x6/2 എന്നുള്ള രീതിയിലും എഴുതാം. അതേപോലെ തന്നെ ഇവിടുന്ന് തൊട്ടപ്പുറത്തുള്ളത് ഏതാണ്? x3യും x5 ആണ് അല്ലെ. അപ്പൊ x3 പ്ലസ് x5 പ്ലസ് 2 എന്ന് എഴുതിയാലും x4 തന്നെയാണ്. ഇതിന്ന് ഈ സെയിം ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, x1 പ്ലസ് x7 എന്ന് പറയുന്നത് 2x4 ആണ്. അഥവാ x2 പ്ലസ് x6 എന്ന് പറയുന്നത് 2x4 ആണ്. x3 പ്ലസ് x5 എന്ന് പറയുന്നത് 2x4 ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ മിഡിൽ ടേം ആണെങ്കിൽ ഒരേ വ്യത്യാസത്തിൽ വരുന്ന സംഖ്യകൾ, അപ്പുറത്തും ഇപ്പുറത്തും ഇടതുവശത്തും വലതുവശത്തുള്ള സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് by2 ചെയ്താൽ നമുക്ക് ഈ നടുക്കുള്ള സംഖ്യ കിട്ടുന്നതാണ്. ഇതിൽ വരുന്നൊരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു സമാന്തര ശ്രേണിയിലെ 1-ാം പദത്തിന്റെയും 7-ാം പദത്തിന്റെയും തുക 36 ആയാൽ 4-ാം പദം കാണുക. എന്താ പറഞ്ഞത്? 1-ാം പദം x1
പ്ലസ് ഏഴാമത്തെ പദം 36 ആയാല് നമുക്ക് എന്താ കാണേണ്ടത്? അതിലെ 4ാം പദം കാണാന്ന് പറഞ്ഞത്. x1 x2 നേരത്തെ ചെയ്തത് തന്നെയാണ് അല്ലെ. x4 x5 x6 x7 എന്ന് കിട്ടി. ഇതിലെ 7ാം പദവും 1ാം പദവും തമ്മിലുള്ള വ്യത്യാസമല്ല, തുക എന്ന് പറയുന്നത് 36 ആണ് നമുക്ക് തന്നു. അങ്ങനെയാണ് നമുക്ക് എന്താ കാണേണ്ടത്? x4 ആണ് നമുക്ക് കാണേണ്ടത്. x4 എന്ന് പറഞ്ഞ ഇതിൽ നടുക്കുള്ള സംഖ്യ അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയിരുന്നല്ലോ. എന്താ x4 എന്ന് പറയുന്നത്? x1 + x7/2 ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കണ്ടാൽ മതി. x4 എന്ന് പറയുന്നത് x1 + x7/2 ആണ്. x1 + x7 നമുക്ക് 36 ആണ് തന്നിട്ടുണ്ട്. 36 ആണ്. 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. അപ്പൊ x4 എന്ന് പറയുന്നത് 18 ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 8, അതായത് ഒരു സമാന്തര ശ്രേണിയിലെ 8ാം പദം 40 ആണ്. 8ാം പദം x8 എന്ന് പറയുന്നത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 7ാമത്തെയും 9ാമത്തെയും പദം എന്താണെന്ന് ആലോചിച്ചത്. x7ഉം എന്താണ്, x9ഉം എന്താണെന്ന് ആലോചിച്ചത്. അപ്പൊ ഇത് നമുക്ക് എഴുതാം x7 x8 x9 അല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? x8 എന്താ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് രണ്ടും നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. x8 എന്ന് പറയുന്നത് എന്താണ്? x7 + x9/2 ആണ്. നമുക്ക് കാണേണ്ട എന്താ? ഇതല്ലേ കാണേണ്ടത്. അപ്പോ x7 + x9 എന്ന് പറയുന്നത് 2 × x8 ആണ്. 2 × x8 എന്താ തന്നത്? 40 ആണ്, വിച്ച് ഈസ് 8. ഇങ്ങനെയാണ് കാണാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേറെ നോക്കാം. ഇതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം ജോഡികളുടെ തുക 1 എന്ന് പറഞ്ഞതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ് 3 7 11 15 19 23 എന്ന് പറയുന്നത്. ഈ രണ്ട് ജോഡിയും ഈ രണ്ട് ജോഡിയും തമ്മിലുള്ള വ്യത്യാസമല്ല, തുക എപ്പോഴും എന്താണ്? 1 ആണ് എന്നാണ് ഈ പോർഷനിൽ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ നോക്കാം. 3 + 23 എന്താണ്? 26 ആണ്. 7 + 19 19ഉം 7ഉം എന്താണ്? 26 ആണ്. ഇനി അടുത്ത് നോക്കുമ്പോൾ എന്താ? 11ഉം 15ഉം 26 ആണ്. അപ്പോ ഇങ്ങനെ കൃത്യമായ വ്യത്യാസത്തിലുള്ള എല്ലാ, അതായത് ഇങ്ങനെ ഇപ്പൊ ഒരു 6 പദമുള്ള, ഇതിലിപ്പോ എത്ര പദമുണ്ട്? 6 പദമുള്ള ഒരു സമാന്തര ശ്രേണിയാണ്. 6 പദമുള്ള ഒരു സമാന്തര ശ്രേണി തന്നു കഴിഞ്ഞാല് നമുക്ക് 1ാമത്തെ പദവും 6ാമത്തെ പദവും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരവും 2ാമത്തെ പദവും 5ാമത്തെ പദവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലുള്ള ഉത്തരം, അതുപോലെ തന്നെ 3ാമത്തെ പദവും 4ാമത്തെ പദവും കൂട്ടിക്കഴിഞ്ഞാലുള്ള ഉത്തരം എല്ലാം ഒന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ നോക്കിയത്. സെയിം അല്ലേ? 1ാമത്തെ 6ാമത്തെയും 26 കിട്ടി, 2ാമത്തെ 5ാമത്തെ 26 കിട്ടി, 3ാമത്തെയും 4ാമത്തെയും 26 കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തൊരു പോർഷൻ നമുക്ക് നോക്കാം. ജോഡികളുടെ തുക തുല്യം എന്നാണ് നമ്മുടെ ഈ ഭാഗത്തിന്റെ പേര്. സമാന്തര ശ്രേണിയിൽ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അനുബന്ധ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. സ്ഥാനങ്ങളുടെ തുക, ഇതിപ്പം ഈ ഒരു സമാന്തര ശ്രേണിയാണ് 7 3 7 11 15 19 29. എത്രാമത്തെ? 23. എത്രാമത്തേതാണ് നോക്കുക. 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ 6ാമത്തെ ഇങ്ങനത്തെ സ്ഥാനങ്ങളാണ് അല്ലെ. അപ്പൊ 1ഉം 6ഉം സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താ? 1 + 6 7 ആണ്. 2ഉം 5ഉം സ്ഥാനങ്ങളുടെ തുക എന്താണ്? 7 ആണ്. 3ഉം 4ഉം സ്ഥാനങ്ങളുടെ തുക എന്താണ്? 7 ആണ്. ഓക്കെ. അപ്പോ ഒരു സമാന്തര ശ്രേണിയിലെ എന്താ പറഞ്ഞത്? സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അനുബന്ധ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അപ്പോ 1ഉം 6ഉം 1ാമത്തെയും 6ാമത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 7 ആണെങ്കിൽ, അതേപോലെ തന്നെ ഈ 2ാമത്തെ 5ാമത്തെ 7 ആണ്. സ്ഥാനങ്ങളുടെയൊക്കെ തുക 1 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ അനുബന്ധമായി നോക്കുന്ന പദങ്ങളുടെ തുകയും എന്താണ് കിട്ടുന്നത്? തുല്യമായിരിക്കുന്ന പറഞ്ഞത്. ആ പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 26 ആയിരിക്കും. പദങ്ങൾ ഏതൊക്കെയാ? 3ഉം 23ഉം എത്രയാ? 26 ആണ്. അതേപോലെ തന്നെ അടുത്തത് 7ഉം 19ഉം നമ്മൾ ചെയ്യേണ്ടത്. 7ഉം 19ഉം കൂട്ടുമ്പോഴും 26 ആണ്. അടുത്തത് എന്താ? 15ഉം 11ഉം അല്ലെ. 11ഉം 15ഉം കൂട്ടുമ്പോൾ എന്താണ് വരിക? അതും 26 ആണ്. അപ്പോ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ പദങ്ങളുടെയും തുക തുല്യമായിരിക്കും. അതാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ചോദ്യമാണ്, ഒരു സമാന്തര ശ്രേണിയിൽ 20 പദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. 20 പദങ്ങൾ പറഞ്ഞാൽ n എന്ന് പറയുന്നത് 20 ആണ്. 20 പദങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യ പദത്തിന്റെയും 20-ാം പദത്തിന്റെയും തുക 65 തന്നിട്ടുണ്ട്. ആദ്യ പദം എന്ന് പറയുന്നത് എന്താ? x1. അതേപോലെ തന്നെ 20-ാമത്തെ പദം x20 എന്ന് പറയുന്നതും എന്താണ്? അതിന്റെ തുക എന്താണെന്നാ പറഞ്ഞത്? 65 തന്നത്. അങ്ങനെയാണെങ്കിൽ 10-ാം പദത്തിന്റെയും 11-ാം പദത്തിന്റെയും തുക എത്രയാണെന്നാ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ 10-ാം പദത്തിന്റെയും 11-ാം പദത്തിന്റെയും തുക എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് കാണണം, ഇതില് ടേംസിന്റെ തുക എന്താണ് ആദ്യം നമുക്ക് നോക്കാം. ടേംസിന്റെ അല്ല, നമ്മുടെ സ്ഥാനത്തിന്റെ അല്ലെ. സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? 1ഉം 20ഉം. ഒന്നാമത്തെ സ്ഥാനം 20-ാമത്തെ സ്ഥാനം. അപ്പൊ 1 + 20 എന്ന് പറയുന്നത് എന്താണ്? 21. അതേപോലെ ഇവിടെ സ്ഥാനം നോക്കാം, 10ഉം 11. 10 + 11 എന്ന് പറയുന്നതും 21. ഇത് രണ്ടും 21. സ്ഥാനത്തിന്റെ തുക 21 സെയിം ആണെങ്കിൽ നമുക്ക് എന്താ? പദത്തിന്റെ തുകയും എന്താണ്? സെയിം ആണ്. അപ്പൊ ഇവിടെ 65 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടണം? 65 തന്നെ കിട്ടണം. അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇനിയൊരു 2 പോർഷനും കൂടി ഉള്ളൂ. സമ്മ് കാണാനുള്ള പോർഷൻസ് ആണ്. അതിലെ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിലും പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിലും, അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ ഒരു സമാന്തര ശ്രേണിയുടെ സമ്മ് അഥവാ തുക കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തത്, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ ആകെ തുക കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? Sn = മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. മധ്യപദം എന്ന് പറയുന്നത് എന്താ? മിഡിൽ ടേം ഇൻറ്റു പദങ്ങളുടെ എണ്ണം അല്ലെ, നമ്പർ ഓഫ് ടേംസ്. എത്ര നമ്പർ ഉണ്ട്? ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കാണാം. അതേപോലെ തന്നെ അതിന് വേറൊരു ഇക്വേഷൻ ആയിട്ടുണ്ട്. Sn = കേട്ടോ, n/2 ഇൻറ്റു x1 + xn എന്നുള്ള രീതിയിലും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 5, 10, 15, 20, 25 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഇതിലെ മധ്യപദം എന്ന് പറയുന്നത് 15 ആണ്. പദങ്ങളുടെ എണ്ണം 5 ആണ്. എങ്ങനെയാണ് മധ്യപദം നമുക്ക് 15 കിട്ടിയത്? അല്ലെ, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, നടുക്കുള്ളത് 15 ആണ്. അപ്പൊ മധ്യപദം മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. പദങ്ങളുടെ എണ്ണം എത്ര പദം ഉണ്ട്? 1, 2, 3, 4, 5. 5 പദങ്ങളും ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് സമ്മ് കാണാലോ. സമ്മ് Sn എന്ന് പറയുന്നത് എന്താണ്? മധ്യപദം 15 ഇൻറ്റു പദങ്ങളുടെ എണ്ണം. എത്ര പദങ്ങളുണ്ട്? 5 ഉണ്ട്. മൊത്തം എത്ര കിട്ടി? 75 കിട്ടി അല്ലെ. ഇനിയിപ്പോ ഈ ഇക്വേഷനിൽ വെച്ച് ചെയ്യുകയാണെങ്കിലോ, മൊത്തം എത്ര പദങ്ങളുണ്ട്? 5. 5/2 ഇൻറ്റു ആദ്യ പദം എന്താണ്? 5 പ്ലസ് അവസാന പദം എന്താണ്? 25. 5/2 ഇൻറ്റു 30 കിട്ടി. 15. 5 × 15 എന്ന് പറയുന്നത് 75. അപ്പോഴും 75 ആണ്. 2 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 42. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 42 ആണ്. 3 പദങ്ങളുടെ തുക പറയുമ്പോൾ S3 എന്ന് പറയുന്നത് 42 ആണ്. പിന്നെ തന്നത് S5 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 90 ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ പാർട്ട് ക്വസ്റ്റ്യൻ x2 രണ്ടാമത്തെ പദം എന്താണ്? ബി പാർട്ട് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ പദം എന്താണ്? സി പാർട്ട് ക്വസ്റ്റ്യൻ 3 പദങ്ങൾ എടുത്ത് എഴുതുക. സമാന്തര ശ്രേണി പൂർത്തിയായി എഴുതുക എന്നാണ്. അപ്പൊ ആദ്യം S3 = 42 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സംഗതിയാണ് നമുക്ക് 42 എന്ന് കിട്ടിയത്. അതിലിപ്പോ ഇത് കാണണം. അതാണല്ലോ x2 എന്ന് പറയുന്നത്. ഇതില് മധ്യപദം എന്ന് പറയുന്ന ഇവിടെ 3 ആയതുകൊണ്ട് മധ്യപദം എത്ര വരിക? 3 + 1/2 4 ആണ് വരിക. സോറി 2 ആണ് വരിക. മധ്യപദം 2 ആണ്. അപ്പൊ x2 എന്ന് പറയുന്നതാണ് ഇവിടെ വരിക. ഇവിടെ വരെ എന്താണ്? x2 ആണ്. പദങ്ങളുടെ എണ്ണം എത്ര പദങ്ങളുണ്ട്? 3 പദങ്ങളുണ്ട്. അപ്പൊ x2 കാണാൻ വേണ്ടി സമ്മ് ബൈ പദങ്ങളുടെ എണ്ണം എന്ന് എഴുതാലോ. x2 കാണാൻ തിരിച്ചെഴുതാം. മധ്യപദം കാണാൻ എങ്ങനെ എഴുതാം? Sn ബൈ പദങ്ങളുടെ എണ്ണം എഴുതാലോ. അങ്ങനെ എഴുതാലോ. അപ്പൊ നമുക്ക് മധ്യപദം x2 ആണ് = സം എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 42. പദങ്ങളുടെ എണ്ണം നമുക്കറിയാം, 3 പദങ്ങളാണ് തന്നെ. അപ്പൊ 42/3 കിട്ടി. എന്താണ് ഉത്തരം? x2 എന്ന് പറയുന്നത് 14 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഇവിടെ മധ്യപദം എന്തായിരിക്കും? 5 + 1/2 ആണ് വരിക. 5 + 1/2 എന്ന് പറയുന്നത് എന്താണ്? 6/2 3 ആണ്. അപ്പൊ മൂന്നാമത്തെ പദമാണ് മധ്യപദം എന്ന് പറയുന്നത്. അപ്പൊ x3 എന്ന് പറയുന്നത്
സമ്മ് ബൈ പദങ്ങളുടെ എണ്ണം. എന്താ സമ്മ് തന്നിട്ടുണ്ട്? 90 ആണ്. 90 ബൈ പദങ്ങളുടെ എണ്ണം. എത്ര പദങ്ങളുണ്ട്? 5 പദങ്ങളുണ്ട്. ബൈ 5 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 18 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് ക്വസ്റ്റിന് ഉത്തരമായി അല്ലേ? x2 എന്ന് പറയുന്നത് 14, x3 എന്ന് പറയുന്നത് 18. ഇനി ആദ്യത്തെ 3 പദങ്ങൾ എഴുതാണ്. അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ പദങ്ങൾ നമുക്ക് കിട്ടി. 14, 18 ആണ്. ഇനി ഇവിടുത്തെ പദം കാണാൻ ഒരു d മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ d എത്ര ഇവിടെ? 18 മൈനസ് 14, 4 d എന്ന് പറയുന്നത്. 14ന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 10. അപ്പൊ 3 പദങ്ങൾ നമുക്ക് കിട്ടി. ആ ചോദ്യം ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തൊരു ചോദ്യമാണ് എൻ്റെ വരുന്നത്. 15 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 300 ആണ്. 15 പദങ്ങൾ പറയുമ്പോൾ S15 എന്ന് പറയുന്നത് 300 ആണ്. അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ പദം എന്താണ്? X8 എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ എട്ടാമത്തെ പദം ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്തായാലും ഈ എത്രാമത്തെ പദം എന്ന് ചോദിക്കുന്നതെല്ലാം അതിന്റെ മിഡിൽ ടേം തന്നെയായിരിക്കും. അപ്പൊ എട്ടാമത്തെ പദം എന്ന് പറയുമ്പോൾ മിഡിൽ ടേം ആണെന്ന് എങ്ങനെ നോക്കണം? 15 പ്ലസ് 1/2, 16/2. എട്ടാമത്തെ പദം തന്നെയാണ് മിഡിൽ ടേം. അപ്പോൾ എട്ടാമത്തെ പദം കാണണമെങ്കിൽ x8 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടപോലെ സമ്മ് 300 ബൈ പദങ്ങളുടെ എണ്ണം 15. 300 ബൈ 15 പറയുമ്പോൾ 20. അത് കിട്ടി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ എങ്ങനെയാണ് നോക്കാം. ഇത് നേരത്തെ അതേപോലെ തന്നെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇരട്ട സംഖ്യ ആയിട്ടുള്ള പദങ്ങളാണ് ഇപ്പൊ ഒരു സമാന്തര ശ്രേണി തന്നെങ്കിൽ നമുക്ക് ഇതിനെ മിഡിൽ ടേം ആയിട്ട് കിട്ടുമോ? ഇല്ല അല്ലെ? മിഡിൽ ടേം ആയിട്ട് കിട്ടില്ല. കാരണം മിഡിൽ ടേം ആയിട്ട് കിട്ടില്ല, നമുക്ക് അതിന് പകരം ഒരു പെയർ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ ഒന്ന് തന്നെയാണ് കേട്ടോ, അതിൽ മാറ്റമൊന്നുമില്ല. ഇനി ഈ രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം. SN എന്ന് പറയുന്നത് ഒരു ജോഡിയുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം എന്നാ പറഞ്ഞത്. ഒരു ജോഡിയുടെ തുക എപ്പോഴും എന്താണ്? ജോഡിയുടെ തുക എപ്പോഴും ഒന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? എത്ര ജോഡികൾ ഉണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ എങ്ങനെയാ? മൊത്തം എത്ര ടേം ഉണ്ടോ, മൊത്തം എത്ര പദം ഉണ്ടോ അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ എത്ര ജോഡികൾ ഉണ്ടെന്ന് നമുക്ക് കിട്ടും അല്ലെ? മൊത്തം ഒരു 4 ടേം ആണെങ്കിൽ ഇതിന് എത്ര ജോഡികളാക്കാം? ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു ജോഡി, ഇങ്ങനെ ഒരു ജോഡി എന്നുള്ള രീതിയിലാക്കുമ്പോൾ മൊത്തം എത്ര ജോഡി കിട്ടും? 2 ജോഡി കിട്ടും. ആ ജോഡി എങ്ങനെ കിട്ടിയ? 4/2. 2 ജോഡിയാണ് കിട്ടുക. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. ഇതിലുള്ള ഒരു ഉദാഹരണം നോക്കാം. 2, 4, 6, 8, 10, 12 എന്ന് പറഞ്ഞൊരു ശ്രേണിയാണ്. ഇതിലെ ജോഡികളുടെ തുക എങ്ങനെ കാണാം? 2 + 12 അല്ലെ? 2 + 12 14 ആണ്. അത് എല്ലായിടത്തും ഒരുപോലെ ആവില്ലേ? 4 + 10 എന്താണ്? 14 ആണ്. 2 + 12 14 ആണ്. അതേപോലെ 6 + 8 ചെയ്താലും എന്താണ്? 14 ആണ്. അങ്ങനെ എല്ലാതും സെയിം ആയിരിക്കും. ഇനി എത്ര ജോഡികൾ ഉണ്ട് എന്നാണ്. എത്ര ജോഡികൾ ഉണ്ടെന്ന്, എത്ര പദങ്ങൾ ഉണ്ട്? 1, 2, 3, 4, 5, 6 ഉണ്ട്. 6/2 3 ജോഡികളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ സമ്മ് കണ്ടൂടെ? SN എന്ന് പറയുന്നത് എന്താണ്? എത്രാമത്തെയാണ് കാണേണ്ടത്? SN എന്ന് പറയുന്നത് ജോഡികളുടെ തുക, ഒരു ജോഡിയുടെ തുക 14 ജോഡികളുടെ എണ്ണം 3, 42 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതിൽ നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അതുപോലെ നമ്മുടെ പോർഷൻ കഴിഞ്ഞു. ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം ഒന്നാം പദവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 60 ആണ്. രണ്ടാം പദം ഒന്നാം പദം, അതായത് x2 പ്ലസ് ഒന്നാം പദമല്ല, 9ാം പദം x2 + x9 എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണേണ്ടത്? ആദ്യത്തെ 10 സംഖ്യകളുടെ തുക കാണാം, പദങ്ങളുടെ തുക കാണാം. ആദ്യത്തെ 10 സംഖ്യ പറയുമ്പോൾ x10 ആണ്. S10 എന്താ? അപ്പൊ 10 ഈവൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഏതാ രണ്ടാമത്തെയാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈവൻ ആവുമ്പോൾ ആദ്യം S10 എന്ന് പറയുന്നത് ഒരു ജോഡിയുടെ സമ്മ നമുക്ക് കിട്ടിയല്ലോ. എന്താണ്? 60 ആണ്. ഇൻറ്റു പദങ്ങളുടെ എണ്ണം, പദങ്ങളുടെ എണ്ണം അല്ല, ജോഡികളുടെ എണ്ണം. എത്ര ജോഡി ഉണ്ടെന്ന് എങ്ങനെയാ? 10/2 ആണ് കാണാം. അപ്പൊ എന്താ? 10/2 5 ആണ്. അപ്പൊ എന്ത് കിട്ടി? 300 എന്ന് കിട്ടി. ഒരു സമാന്തര ശ്രേണിയുടെ 6 പദങ്ങളുടെ തുക 90 ആണ്. 6 പദങ്ങളുടെ തുക പറയുമ്പോൾ S6 എന്ന് പറയുന്നത് 90 ആണ്. ഇനി എന്താ തന്നത്? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് സിക്സ്ത് ടേം? ഈ ശ്രേണിയുടെ ആദ്യ പദത്തിന്റെയും 6ാം പദത്തിന്റെയും തുക കാണുക എന്നാണ് പറയുന്നത്. ആദ്യ പദത്തിന്റെയും 6ാം പദത്തിന്റെയും തുക പറയുമ്പോൾ ആദ്യ പദം എന്താ? x1 പ്ലസ് 6ാം പദം x6, അതാണ് ഇവിടെ തന്നെ. അത് എത്രയാണെന്ന് നമുക്ക് കാണേണ്ടത്. ഇവിടെ നമുക്കറിയാം x6 എന്ന് പറയുമ്പോൾ ഈവൻ ആണ്. നമ്മൾ ഇരട്ട സംഖ്യ ആണെങ്കിൽ എങ്ങനെ സമ്മ് കാണാം? ഒരു ജോഡിയുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണാണ്. ഇവിടെ ഒരു ജോഡിയുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മ് ഇവിടെ തന്നെ എന്താ? സമ്മ് തന്നിട്ടുണ്ട് അല്ലെ? സമ്മ് എന്താ? 90 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾക്ക് ഒരു ജോഡിയുടെ തുക അല്ലെ? ഒരു ജോഡിയുടെ തുകയിൽ ഒരു ജോഡിയല്ലേ x1 + x6 എന്ന് പറയുന്നത്? അതിന്റെ തുകയാണല്ലോ. അപ്പോൾ ആ ഒരു ജോഡിയുടെ തുക കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ അവിടെ നിർത്തിയിട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ.
അതായത് ഒരു ജോഡിയുടെ തുക കാണണമെങ്കിൽ നമുക്ക് സമ്മ് ബൈ ജോഡികളുടെ എണ്ണം, നമ്പർ ഓഫ് പെയർസ്, ജോഡികളുടെ എണ്ണം. അപ്പൊ സമ്മ് എന്താ നമുക്ക് തന്നിട്ടുണ്ട്, സമ്മ് 90 ബൈ ജോഡികളുടെ എണ്ണം എങ്ങനെയാ നമുക്ക് കാണാം, 6 പദങ്ങൾ മൊത്തം ഉണ്ടെങ്കിൽ എത്ര ജോഡികൾ ഉണ്ടാവും, അതിന്റെ പകുതി ജോഡിയാ. അപ്പൊ 6/2 3 ജോഡിയാ ഉണ്ടാവുക. അപ്പൊ ബൈ 3 കിട്ടി. അപ്പൊ എന്താ നമുക്ക് കിട്ടി, 30 എന്ന് കിട്ടി. അപ്പൊ മൊത്തം 30 മൊത്തം 30 അല്ല, നമ്മൾ എന്താ കണ്ടത്, x1ന്റെയും x6ന്റെയും തുക എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്, 30 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഒരു സമാന്തര ശ്രേണിയുടെ 9 പദങ്ങളുടെ തുക 180 9 പദങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, S9 അല്ലേ. 9 പദങ്ങളുടെ എണ്ണം 180. ആ ശ്രേണിയുടെ 5ാമത്തെ പദം കാണുക എന്നാണ് പറഞ്ഞത്. 5ാമത്തെ പദം എന്ന് പറയുമ്പോൾ എന്താണ്, x5 അല്ലെ. x5 എന്താന്ന് കാണാന്ന് പറഞ്ഞത്. അപ്പൊ 9 പദങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 9 പദങ്ങൾ പറയുമ്പോൾ ഇവിടെ ഒറ്റസംഖ്യയായി. അപ്പൊ എന്താ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒറ്റസംഖ്യ ആവുമ്പോൾ ഇതല്ല യൂസ് ചെയ്യേണ്ടത്, ഇതിന്റെ തൊട്ട് മുന്നത്തെ നമ്മുടെ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഒറ്റസംഖ്യ ആയിക്കഴിഞ്ഞാൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. ഇനിയാണ് ആദ്യ n പദങ്ങളുടെ തുക കാണുക എന്ന് പറയുന്നത്. ആദ്യ n പദങ്ങൾ എന്ന് പറഞ്ഞാല് ആദ്യത്തെ ഒരു n പദങ്ങൾ, എത്ര പദങ്ങൾ, ഇപ്പോൾ ആദ്യം ഒരു 40 പദമാണെങ്കിൽ 40 പദങ്ങളുടെ തുക കാണുക എന്നുള്ള പറഞ്ഞു. നമ്മൾ നേരത്തെ ഇക്വേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഏത് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നേ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു പഠിക്കേണ്ട ഇക്വേഷൻ ആണ് ഇത്. Sn is equal to n/2 എന്നാണ് കേട്ടത്, n/2 ഇൻറ്റു 2x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാണാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതായത് ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്, 3, 7, 11, 15 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ 10 പദങ്ങളുടെ തുക കാണാം. ആദ്യ 10 പദങ്ങൾ പറയുമ്പോൾ S10 എത്രയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. S10 കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ, ഇതിപ്പോ നമുക്ക് അവസാന പദം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവസാന പദം ഇതിപ്പോ x10 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കാണാം. കാരണം ഇതിൽ xn നമുക്ക് വേണമല്ലോ. പക്ഷെ ഇവിടെ പത്താമത്തെ പദം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്, ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. S10 is equal to, ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. അപ്പൊ x9 is equal to n/2. n/2 പറയുമ്പോൾ 10/2 ഇൻറ്റു 2x1, 2 ഇൻറ്റു x1 എന്ന് പറയുന്നത് എന്താ, 3 പ്ലസ് n-1, എന്ന് പറയുന്നത് 10 ആണ്, n-1 എന്ന് പറയുന്നത് 9 ആണ്, ഇൻറ്റു d എന്ന് പറയുന്നത് എന്താണ്, 7 - 3 4 ആണ്, ഇൻറ്റു 4. അപ്പൊ ഇങ്ങനെ കാണാം, 5 ഇൻറ്റു 3 6 ആണ്, പ്ലസ് 9 ഇൻറ്റു 4 36 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 42 അല്ലേ. 42 ഇൻറ്റു 5 എത്രയാ, 210. അപ്പോൾ 210 ആണ് ഈ ഒരു സമാന്തര ശ്രേണിയിലെ 10 പദങ്ങളുടെ തുക എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം x1 എന്ന് പറയുന്ന 5 ആണ്. പൊതുവ്യത്യാസം d എന്ന് പറയുന്നത് 3 ആണെങ്കിൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാം. ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് S20 ആയിരിക്കും. അതെന്താണെന്നുള്ളത് കാണാം. അപ്പൊ നോക്കാം നമ്മുടെ ഇക്വേഷൻ. ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, ഇല്ല. ഇത് ഏത് കേസിൽ മാത്രമേ ഉപയോഗിക്കാം, നമുക്ക് ഇപ്പൊ ഇങ്ങനെ തന്നു വെച്ചാൽ 2, 4, 6, 8 ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ തന്ന് അവസാനം ഒരു 68 ഇങ്ങനെയൊക്കെ തന്നു എന്ന് വിചാരിച്ചോ. ഇങ്ങനെ തരുന്ന കേസിൽ, അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് വേണ്ട വാല്യൂസ് ഏതൊക്കെയാ, n വേണം, x1 വേണം, xn വേണം. n ഇതെന്ന് കിട്ടും, 68 ടേംസ് ആണ്. 68 അല്ലല്ലോ, n നമുക്ക് എങ്ങനെ n കാണാം, നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ. n ഇസിക്കൽട്ട് എന്താ, x1 പ്ലസ് n-1d കണ്ടിട്ട് നമുക്ക് n കാണാൻ പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ xn എന്ന് പറയുന്ന 68 അതും നമുക്ക് തന്നിട്ടുണ്ട്, x1 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദവും വ്യത്യാസം മാത്രമേ തന്നിട്ടുള്ളൂ, അവസാനത്തെ പദം എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ കാണാം, എങ്ങനെ കാണാം, നമ്മള് ഒന്നെങ്കിൽ ഇങ്ങനെ കാണാം, x20 നമുക്ക് ആദ്യം കാണാം. x20 അറിയണാണല്ലോ xn എന്ന് പറയുന്നത്. x20 നമുക്ക് എങ്ങനെ കാണാം,
x1 പ്ലസ് n-1d, n-1 പറയുമ്പോൾ 19d എന്നുള്ള രീതിയിൽ കണ്ട് x20 കാണാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്നിട്ട് അപ്പൊ നമുക്ക് ഇത് x20 കിട്ടും. അപ്പൊ ഈ ടേമും കിട്ടി, ഈ ടേമും കിട്ടി, നമ്മുടെ n-ഉം കിട്ടി. അപ്പൊ നമുക്ക് ഇത് വെച്ച് കാണാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഡയറക്റ്റ് ആ ഒരു ഇക്വേഷനിൽ ഇട്ട് നോക്കി നോക്കാം. S20 അല്ലേ നമുക്ക് കണ്ടത്. S20 പറയണേ n/2, 20 ആണ് n എന്ന് പറയണേ. അപ്പൊ 20/2 ഇൻറ്റു 2 ഇൻറ്റു x1 എന്താണ് 5 നമുക്ക് തന്നിട്ടുണ്ട്, പ്ലസ് n-1 അതായത് 19 ഇൻറ്റു d എന്താ നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്, ഇൻറ്റു 3. സോ 10 ഇൻറ്റു 10 പ്ലസ് എന്താ 19 ഇൻറ്റു 3 എന്ന് പറയുന്നത് 7, 2, 3, 5, 57 ആണ്. equal to 10 ഇൻറ്റു 67 വിച്ച് ഈസ് 670. അപ്പൊ x20 എന്ന് പറഞ്ഞാൽ 670 കിട്ടി. നമുക്ക് മറ്റേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം x20 കാണാം അല്ലെ. x20 നമുക്ക് എങ്ങനെ കാണാം, നമ്മൾ നേരത്തെ കിട്ടി x1 പ്ലസ് 19d കാണുമ്പോഴാണ് കിട്ടുക. അപ്പൊ 19d പറയുമ്പോൾ 19 ഇൻറ്റു 3, 19 ഇൻറ്റു 3 എന്താണ് 57 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ നോക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ 19 ഇൻറ്റു 3 57 ആണ്. x1 എന്താണ് 5 ആണ്, 5 പ്ലസ് 57, 5 പ്ലസ് 57, 57 എന്ന് പറഞ്ഞാൽ 62 കിട്ടി. അപ്പോൾ x20 എന്ന് പറയുന്നത് നമുക്ക് 62 കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ Sn അതായത് S20 അല്ലേ നമുക്ക് വേണ്ടേ. S20 is equal to n/2 അതായത് 20/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. x1 എന്ന് പറയുന്നത് 5 പ്ലസ് xn എന്ന് പറയുന്നത് x20 നമ്മൾ കണ്ടല്ലോ എന്താണ് 62, അതായത് 10 ഇൻറ്റു 5 പ്ലസ് 62 പറയുന്നത് 67, 670. അപ്പോഴും ഒരേ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അത് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. ആദ്യത്തെ പദം ഒരു സീക്വൻസിന്റെ ആദ്യത്തെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 12 ആണ്. 10ാമത്തെ പദം എന്ന് പറയുന്നത് 48 ആണെങ്കിൽ ആദ്യത്തെ 10 പദങ്ങളുടെ സമ്മ് കാണാം. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗവും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് പ്രായോഗിക ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. പ്രായോഗിക പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ചോദ്യമാണ്, ഒരു തിയേറ്ററിൽ ആദ്യ നിരയിൽ 20 സീറ്റുകളും അടുത്ത ഓരോ നിരയിലും 2 സീറ്റുകൾ വീതം കൂടുതലുമുണ്ട്. 5 നിരകളിലായി എത്ര സീറ്റുകൾ ഉണ്ടായിരിച്ചത്. അപ്പൊ ആദ്യ നിര എന്ന് പറയുന്നത് എത്രയാണ് x1 ആണ്. ഒരു നിരയാണ് നമ്മൾ ഓരോ പദങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരു നിര, 2 നിര, അങ്ങനെ എത്ര നിര ഉണ്ട് 15 നിരകളുണ്ട്. അപ്പൊ ഒരു നിര അതായത് ആദ്യത്തെ നിര എന്ന് പറയുന്നത് എന്താണ്, അതിൽ എത്ര സീറ്റുകൾ ഉണ്ട്. ആദ്യത്തെ നിര x1 എന്ന് പറയുന്നത് 20 ആണ്. ആദ്യത്തെ പദം അപ്പൊ എന്താണ് 20 ആണ്. പിന്നെ രണ്ടാമത്തെ ഓരോ നിരയിൽ 2 സീറ്റുകൾ വീതം കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ 20 നിരയാണെങ്കിൽ അറ്റയിൽ എന്താ 22 നിര ഉണ്ട്, അങ്ങനെ അങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പൊ d എന്ന് പറയുന്നത് എന്താണ് 2 ആണ് കൂടി വരുന്നത്. മൊത്തം എത്ര നിരകളുണ്ട്, n എന്ന് പറയുന്നത് 15ഉമാണ്. അങ്ങനെയാണെങ്കിൽ ആകെ സീറ്റുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ നിരയിലെ സീറ്റ് പ്ലസ് ഈ നിരയിലെ സീറ്റ്, ഈ നിരയിലെ സീറ്റ്, അങ്ങനെ അങ്ങനെ കൂടി കൂടി, ഈ നിരയിലെ സീറ്റ് അല്ല കേട്ടോ, ഇത് സീറ്റ് അല്ല. അപ്പൊ ആദ്യത്തേൽ 20 ആണെങ്കിൽ രണ്ടാമത്തേൽ 22, അങ്ങനെ ഓരോന്നിന്റെയും കൂടി കൂടി വരുന്നതിന്റെ തുകയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ S15 ആണ് ഇവിടെ കാണേണ്ടത്. S15 കാണണമെന്നുണ്ടെങ്കിൽ n ഓൾറെഡി തന്നിട്ട് വേണമെങ്കിൽ നമുക്ക് xn കാണാം അല്ലെ. ആദ്യം x15 എന്ന് പറയുന്നത് നമുക്ക് കാണാലോ, എന്താണ് x1 പ്ലസ് 14d ആണ്. x1 എന്ന് പറയുന്നത് 20 പ്ലസ് 14 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താ 28, ദാറ്റ് ഈസ് 48 ആണ്. അങ്ങനെയാണ് നമുക്ക് ആ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് എന്താ ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാലോ. n/2 15/2 ഇൻറ്റു x1 എന്താണ് 20 പ്ലസ് xn എന്താണ് 48. അപ്പോ ഇവിടെ 15/2 ഇൻറ്റു 68, 68 പറയുമ്പോൾ 34, 15ഉം ഇൻറ്റു 34, 22 വന്നു, 4, 6 വന്നു, 15, 1, 4, 0, 3, 510.
അപ്പൊ അങ്ങനെയാണ് ഉത്തരം വന്നത്. 510 സീറ്റുകളാണ് ആകെയുള്ളത്. ഇനി ഇതല്ലാതെ നമ്മൾ SN എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിലോ, n/2 ഇൻറ്റു 2x1 പ്ലസ് n-1d അല്ലേ? അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ n/2 15/2 ഇൻറ്റു 2 ഇൻറ്റു xn എന്ന് വെച്ചാൽ 2 ഇൻറ്റു x1 എന്താണ് 2 ഇൻറ്റു 20 40 ആണ്, പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 14 ആണ്, 14 ഇൻറ്റു d എന്ന് വരും. അതായത് 15/2 ഇൻറ്റു d എന്താ ഇവിടെ 2 ആണ് അല്ലേ? അപ്പൊ 28. 40ഉം 28ഉം 68 സെയിം നമുക്ക് എന്താ കിട്ടി? 510 എന്ന് കിട്ടി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ചോദ്യം മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യ പദം 5ഉം പൊതുവ്യത്യാസം 3ഉമാണ്. ആദ്യ പദം എന്ന് പറയുന്നത് എന്താ? x1 എന്ന് പറയുന്നത് 5ഉം പൊതുവ്യത്യാസം d എന്ന് പറയുന്നത് 3ഉമാണ്. 100ൽ താഴെയുള്ള എത്ര പദങ്ങൾ ഈ ശ്രേണിയിൽ ഉണ്ടെന്ന് വെച്ച്, 100ൽ താഴെയുള്ള എത്ര പദങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ 100ൽ താഴെ പറഞ്ഞാൽ 100ൽ താഴെയുള്ള എത്ര പദങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ അവസാനത്തെ പദം എന്ന് പറയുന്നത് 100ൽ താഴെ ആയിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് xn എന്ന് പറയുന്നത് <100 ആയിരിക്കണം അല്ലേ? അപ്പൊ xnന്റെ നമ്മൾ ഇക്വേഷൻ എന്താ നമുക്കറിയാം. എന്താ xnന്റെ ഇക്വേഷൻ? x1 പ്ലസ് n-1 ഇൻറ്റു d ആണല്ലോ xn. അപ്പൊ xn നമുക്ക് എന്ത് കാണാം? xn എന്ന് പറയുന്നത് 5 പ്ലസ് എന്താണ് 5? ആദ്യ പദം എന്താ? 5 അല്ലേ? 5 പ്ലസ് n-1 ഇൻറ്റു പൊതുവ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ് തന്നിട്ടുണ്ട്. n-1 ഇൻറ്റു 3 എന്ന് കിട്ടി. ഈ സാധനം എന്ന് പറയുന്നത് <100 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം xn <100 ആണ്. 5 പ്ലസ് n-1 ഇൻറ്റു 3 എന്ന് പറയുന്നത് <100 ആണ്. 5 പ്ലസ് n-1 ഇൻറ്റു d പറയുമ്പോൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3n - 3 എന്ന് പറയുന്നത് <100 ആണ്. 3n സോറി ഇവിടെ 3n പിന്നെ 5 - 3 ആണ് 2 അല്ലെ? അപ്പൊ 3n പ്ലസ് 2 <100 ആണ്. ഇതൊന്ന് n കിട്ടില്ലേ? 3n കിട്ടില്ലേ? എന്താണ് ഇവിടെ കൂട്ടി കുറങ്ങുമ്പോൾ 98 എന്ന് കിട്ടും. n എന്ന് പറയുന്നത് ഇപ്പത്തേക്ക് എഴുതുന്നുണ്ടേ. 3n എന്ന് പറയുന്നത് <98 ആണ്. n എന്ന് പറയുന്നത് 98/3 ആണ്. n എന്ന് ഈക്വൽ ടു അല്ല കേട്ടോ, <98/3 ആണ്. n എന്ന് പറയുന്നത് 98/3 ചെയ്യുമ്പോൾ എന്താ വരിക? പോയിന്റ് വന്നു അല്ലെ അവിടെ? 6, 3, 18, 2 അങ്ങനെ അങ്ങനെ ഇതങ്ങനെ പോകും. ഓക്കെ, അപ്പൊ 32.6 എന്നാണ് വന്നത്. n <32.6 എന്ന് വെച്ചാൽ എന്താ? ഇത് ഇങ്ങനെ ഒരു പോയിന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലെ പൂർണ്ണസംഖ്യ ഏതാണ്? 32 ആണ്. ആ സംഖ്യ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ n ആണെന്ന് കിട്ടും. അപ്പോ n എന്ന് പറയുന്നത് നമുക്ക് 32 എന്ന് എഴുതാൻ പറ്റും. നമ്മളെ ചോദ്യത്തിൽ എന്താ ചോദിച്ചത്? 100ൽ താഴെയുള്ള എത്ര പദങ്ങളുണ്ട് എന്നല്ലേ ചോദിച്ചത്. അപ്പൊ എത്ര പദങ്ങളുണ്ട്? n നമുക്ക് 32 കിട്ടി. എത്ര പദങ്ങളുണ്ട്? 32 പദങ്ങളുണ്ട്. അപ്പൊ അത് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്തൊക്കെ തന്നിട്ടുണ്ട്, പിന്നെ ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസ് എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇക്വേഷൻസ് ഇപ്പൊ നമുക്ക് അല്ലാത്ത രീതിയിലൊന്നും പഠിക്കാൻ പറ്റില്ല. ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാർഗം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ ഒരുപാട് കുഴപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. പിന്നെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നു എന്നുള്ളത് എടുത്തെഴുതുക. ഏതാണ് കാണാനുള്ളത് എന്നുള്ളതിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണുക. അല്ലെങ്കിൽ അതിന് മുന്നേ അതിലുള്ള ഏതെങ്കിലും ടേംസ് ഒക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഒക്കെ കൊടുത്തിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പുറത്തുനിന്നായിട്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞുതരാണ്. സമാന്തര ശ്രേണികളുടെ പ്രാധാന്യം എങ്ങനെ കണ്ടെത്തുന്നു വെച്ചാൽ, ശാസ്ത്രത്തിൽ എന്ത് പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ, ഭൗതിക ശാസ്ത്രത്തിലും രസതന്ത്രത്തിലും പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ സമാന്തര ശ്രേണികൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സാമ്പത്തിക രംഗത്ത് പലിശ കണക്കാക്കുന്നതിനും ഇൻട്രസ്റ്റ് ഒക്കെ കണക്കാക്കുന്നതിനും സാമ്പത്തിക വളർച്ച പ്രവചിക്കുന്നതിനും സമാന്തര ശ്രേണികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വാസ്തുവിദ്യയിൽ കെട്ടിട നിർമ്മാണത്തിലും ഡിസൈനിലും സമാന്തര ശ്രേണികൾ ഉപയോഗിക്കുന്നുണ്ട്. സമാന്തര ശ്രേണികൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ
ജീവിതത്തിലും പ്രകൃതിയിലും കാണപ്പെടുന്നു. ഇവ സങ്കീർണമായ പാറ്റേണുകളെ മനസ്സിലാക്കാനും പ്രവചിക്കാനും സഹായിക്കുന്നു. ഇത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എന്തിനാണ് അതൊക്കെ പഠിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പുറത്തൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിനൊക്കെ ആയിട്ട് എന്ത് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പഠിക്കുക. എല്ലാ ഇക്വേഷൻസും വളരെ വ്യക്തമായിട്ട് പഠിക്കുക. പ്ലസും മൈനസും ഒന്നും മാറാതെ, ഓരോ ടേംസും മാറാതെ എന്താണ് ഓരോ ടേംസ് ഉദ്ദേശിക്കുന്നതെന്ന് പഠിക്കുക. ഓരോ ചോദ്യം തരുമ്പോൾ തന്ന സംഗതികളൊക്കെ എടുത്ത് എഴുതിയിട്ട് എന്താ കാണുന്നതൊക്കെ നോക്കിയിട്ട് ലോജിക്കിലേക്ക് നോക്കിയിട്ട് വ്യക്തമായിട്ട് ചെയ്യുക. തെറ്റിക്കാതെ എല്ലാവരും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയാണ് ഉള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിലൊക്കെ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി ചോദിച്ചു വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് പോവാം.